മലപ്പുറം ജില്ലയിൽ എംബോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ സംസ്ഥാനം കനത്ത ജാഗ്രതയിലായി. രോഗിയുമായി സമ്പർക്കമുള്ള 30ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരോഗ്യമന്ത്രി അല്പം മുമ്പ് മലപ്പുറത്ത് എത്തിച്ചേർന്നു. ഇന്ന് 11 മണിക്ക് അവലോകന യോഗം നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് എടുത്തിരിക്കുന്ന പൊതുവായ ജാഗ്രത എങ്ങനെയാണ് എന്നറിയാൻ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷിൻ്റെ വാക്കുകളിൽ ശ്രദ്ധിക്കാം. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, കാരണം എംബോക്സിൻ്റെ കാര്യത്തിൽ ജാഗ്രത വേണം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തൊക്കെ കനത്ത നടപടികളും കടുത്ത നടപടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? SKN കേരളത്തിൽ എംബോക്സ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തതോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ഈ പ്രത്യേക ജാഗ്രത മതി എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന കാര്യം. നിലവിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ളവർ ഈ സമ്പർക്ക പട്ടികയിലുണ്ട്. 23 പേരാണ് നിലവിൽ കേരളത്തിൽ ഈ യുവാവുമായി, മലപ്പുറം സ്വദേശിയായ യുവാവുമായി നേരിട്ട് സമ്പർക്ക പട്ടികയിലുള്ളത്. ഒപ്പം 6 പേർ വിദേശത്താണ്. ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായ ഘട്ടത്തിൽ തന്നെ ഈ സമ്പർക്ക പട്ടികയുടെ പ്രാഥമിക രൂപം ആരോഗ്യവകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ ഈ സമ്പർക്ക പട്ടികയിലുള്ളവരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. വിദേശത്ത് ഉള്ളവരും പ്രത്യേക നിരീക്ഷണത്തിലേക്ക് പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് രോഗം എത്താതിരിക്കാനുള്ള നടപടികളാണ് നിലവിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിപ്പയ്ക്ക് സമാനമായ മരണനിരക്ക് നിലവിൽ എംപോക്സ് കേസിൽ ഇല്ല എങ്കിൽ കൂടിയും രോഗവ്യാപന തോത് വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവളങ്ങളിലടക്കം ശക്തമായ പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. വിദേശത്ത് നിന്ന് എത്തുന്നവർ സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായും ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കണമെന്നതാണ് നിലവിൽ പ്രധാനപ്പെട്ട നിർദ്ദേശമായി പറയുന്നത്. ഇതിന് നേരത്തെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. വിദേശത്ത് നിന്ന് എത്തുന്നവരെ കൃത്യമായി തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കും. ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി ശരീര ഊഷ്മാവ് കണ്ടാൽ ഇവരെ കൂടുതൽ നിരീക്ഷണത്തിലാക്കുകയും ചിക്കൻ പോക്സിന് സമാനമായ ലക്ഷണങ്ങൾ, ഈ ശരീരത്തിൽ തടിപ്പുകൾ കണ്ടാൽ ഇവരെ ഐസൊലേഷൻ വാർഡുകളുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനുമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഈ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും തന്നെ നിലവിൽ രോഗലക്ഷണങ്ങളില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. 2022 ജൂലൈ 14 കേരളത്തിൽ ആദ്യമായി എംബോക്സ് സ്ഥിരീകരിച്ചത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച യുവാവ് സുഖം പ്രാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ രോഗം ബാധിച്ച യുവാവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. രോഗം അണുബാധ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ 4 മുതൽ 10 ദിവസത്തിന് ശേഷമായിരിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചയോളം ക്വാറന്റൈൻ വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. SKN. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.